വന്ന് വന്ന് സ്വർണ്ണപ്പാളി, വാതിൽ, കട്ട്ള, കൊടിമരത്തിൻ്റെ മുകളിലുള്ള വ്യാജീയ വിഗ്രഹം, ഇപ്പൊ പറയുന്നു കൊടിമരം തന്നെ തട്ടിപ്പായിരുന്നു വന്നു. അതെല്ലാം വരുമ്പോൾ ഓരോ പേരും വരുന്നു. ആദ്യം വന്ന പേര് UDF കൺവീനറുടെ പേര്, പിന്നെ വന്ന പേര് കോൺഗ്രസ് ഐയുടെ MP-യുടെ പേര്, പിന്നെ വന്ന പേര് അന്നത്തെ ദേവസ്വം മന്ത്രി, ഇന്നത്തെ AICC ജനറൽ സെക്രട്ടറി, ഇവിടുത്തെ MP-യാണ്. ആ പേരുകൊണ്ടിപ്പോൾ ഇനിയും പേരുകൾ പറയാൻ വന്ന് തുടങ്ങിയാൽ പേടിയുണ്ടല്ലോ കോൺഗ്രസ്സിന്. അതുകൊണ്ട് പറയട്ടെ, LDF ഇതാ പ്രഖ്യാപിക്കുകയാണ്, SIT അന്വേഷണം നേർവഴിക്ക് പോകട്ടെ. ഹൈക്കോടതി പറഞ്ഞു അതിൻ്റെ പോക്ക് നേർവഴിക്കാണെന്ന്. നേർവഴിക്ക് പോകുന്ന അന്വേഷണത്തിൽ കുറ്റക്കാർ ആരായാലും കൊള്ളാം, ആരുമാകട്ടെ, ആ കുറ്റക്കാർ രക്ഷപ്പെടാൻ LDF സമ്മതിക്കില്ല. കുറ്റക്കാരെ ശിക്ഷിക്കുന്നു പറയാനുള്ള ആർജവമുണ്ട് LDF-ന്. അങ്ങനെ പറയാനുള്ള ആർജവം കോൺഗ്രസ് ഐക്കുണ്ടോ, BJP-ക്കുണ്ടോ? നാം ഫോട്ടോ കണ്ടില്ലേ, പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയാണ്. ഒരു ഭാഗത്ത് കർണാടകത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ സദാനന്ദ ഗൗഡ BJP, ഈ ഭാഗത്ത് വേറൊരു മന്ത്രി, ഉപമുഖ്യമന്ത്രി, അതും BJP, നടുക്ക് ഒരു പോറ്റി. അതുകൊണ്ട് ഫോട്ടോ ഒന്നും അധികം കൊണ്ടുവരല്ല, ഇനിയും വേറെ ഫോട്ടോയും വരും, വേറെ ഫോട്ടോയൊക്കെ വരും. അതിനാൽ രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയത്തിൽ അഴിമതിക്ക് ഇടമില്ല എന്ന് പറയുക. ഞങ്ങളത് പറയുന്നു, നിങ്ങൾ പറയുമോ? എല്ലാ വഴിയും അടഞ്ഞപ്പോൾ കിട്ടിയ തിരുപ്പച്ചീട്ട് പോലെ നിങ്ങൾ ശബരിമലയെ പിടിച്ച് ഒരു ഇലക്ഷൻ ജയിച്ചു, അത്രേ, പഞ്ചായത്തിലേക്ക്. അന്നും പക്ഷേ ആ വിജയം എത്രയോ ദുർബലമായിരുന്നു. ശബരിമല ഇരിക്കുന്നൊരു പഞ്ചായത്ത് വാർഡുണ്ട്. ആ വാർഡിലെ ജയിച്ച സ്ഥാനാർത്ഥി LDF-കാരനാണ്. ശബരിമലയുടെ വാർഡ്. അയ്യപ്പൻ ജനിച്ച സ്ഥലം പന്തളമാണ്. പണ്ടവിടെ മുനിസിപ്പാലിറ്റി ഭരിച്ചത് BJP ആയിരുന്നു. ഒരുപാട് ശബരിമല പോറ്റിയെ കേറ്റിയത് ആരപ്പ ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഇത്തവണ പന്തളത്ത് BJP പൊട്ടി. പന്തളം മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് നമ്മളാണ്, LDF ആണ്. അതുകൊണ്ട് ഓരോ തവണയും കള്ളത്തരം പാടുമ്പോൾ ഓരോരോ സീറ്റുകൾ പോകുന്നു, സ്ഥാനങ്ങൾ പോകുന്നു, പദവികൾ പോകുന്നു കോൺഗ്രസ്സിന്. അതുകൊണ്ട് പോറ്റിയെ കയറ്റിയത് ആരാണെന്നും തന്ത്രിയെ വാഴ്ത്തിയത് ആരാണെന്നും തന്ത്രി പോറ്റിമാർക്ക് വേണ്ടി എല്ലാം പണയപ്പെടുത്തിയ രാഷ്ട്രീയം ഏതാണെന്നും എല്ലാം കേരളത്തിനറിയാം.